മലപ്പുറം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കുളത്തൂർ ഡിവിഷനിലും UDF-ന് 3 സ്ഥാനാർത്ഥികളുണ്ട്. മൂവരുടെയും പ്രചരണം UDF സ്ഥാനാർത്ഥി എന്ന പേരിലാണ്. സിതാര ഉള്ളത്ത്, ഫാത്തിമത്ത് സുഹറ, ജയശ്രീ എന്നിവരാണ് മത്സരിക്കുന്നത്. സിതാര ഉള്ളത്താണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് നേതാക്കൾ പറയുന്നു. തങ്ങളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെന്ന് മറ്റ് 2 പേരും അവകാശപ്പെടുന്നുമുണ്ട്. അർച്ചന രവീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അർച്ചന രവീന്ദ്രൻ. മിന്നൽ മുരളിക്ക് പോലും ഒരു ഡ്യൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ? സുജി, അത് തന്നെയാണ്, ഡ്യൂപ്പാണ് എല്ലായിടത്തും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല തങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്ന കാര്യം. അതായത് UDF-ൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്ന കാര്യം അവിടെയുള്ള ആളുകൾക്ക് തന്നെ വ്യക്തമാവാത്തൊരു സാഹചര്യം തന്നെ. കാരണം ഭയങ്കര കൺഫ്യൂഷനാണ്. ആരൊക്കെയാണ് UDF-ന്റെ ശരിക്കുമുള്ള സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ്. എന്തായാലും സിതാര ഉള്ളത്ത്, അതുപോലെ തന്നെ ജയശ്രീ ടീച്ചർ, ഫാത്തിമത്ത് സുഹറ എന്നീ 3 UDF സ്ഥാനാർത്ഥികളാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ ഒരു സിതാര ഉള്ളത്താണ് എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ജില്ലാ നേതാക്കൾ അടക്കം പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ഇത്തരത്തിൽ തങ്ങൾ തന്നെയാണ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയായിരിക്കും ആ ഭാഗത്തും ആ ഒരു ഡിവിഷനും സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവരെല്ലാവരും പറയുന്ന അനുസരിച്ച് ബാക്കി ശരി. അപ്പോൾ എന്തായാലും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കുളത്തൂർ ഡിവിഷനിൽ എന്താകും കാര്യമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ അർച്ചന.